ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേസി ഗ്രാനി സ്ക്വയർ ആണ്. നോർമൽ ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ഗ്രാനി സ്ക്വയറിൽ തന്നെ ഒരുപാട് തരം പാറ്റേൺസ് ഉണ്ട്. അതിലൊരു പാറ്റേൺ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന 3 കളർ യാണാണ്: യെല്ലോ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ പ്രോജക്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഡേസി ഫ്ലവർ ഗ്രാനി സ്ക്വയർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ പാറ്റേണിൽ ചെയ്ത് നോക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഹുക്ക് സൈസ് 4mm ക്രോഷ്യ ഹുക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു യെല്ലോ കളർ യാണാണ്. ഈ യെല്ലോ കളർ യാൺ യൂസ് ചെയ്തിട്ട് ഒരു മാജിക് സർക്കിൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മാജിക് റിംഗ് എന്നും പറയും. ഈ മാജിക് റിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതുപോലൊരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. ഈ മാജിക് റിങ്ങിലേക്ക് നമ്മളൊരു 8 സിംഗിൾ ക്രോഷോ ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷോ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട്, യാൺ ഓവർ ടു 2 ലൂപ്സ്, ഇങ്ങനെ ഒരു 8 സിംഗിൾ ക്രോഷോ ആണ് നമ്മൾ ഈ ഒരു യെല്ലോ യാൺ യൂസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഞാനൊരു 8 സിംഗിൾ ക്രോഷോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ടെയിലെൻഡ് ഇതേപോലെ ഒന്ന് വലിച്ച് ആ മാജിക് സർക്കിൾ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇനി സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷോയിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്കൊന്ന് ഇൻസേർട്ട്, യാൺ ഓവർ, ആ സെയിം ത്രെഡ് യൂസ് ചെയ്ത് തന്നെ മറ്റേ ലൂപ്പിലൂടെ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ പോർഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് അടുത്ത കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ ഒരു ലൂപ്പ് ഒന്നും കൂടെ ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് ആ ത്രെഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്ത് വരുന്ന എക്സസ് ആയിട്ടുള്ള ത്രെഡെല്ലാം നിങ്ങൾ ബാക്കിലേക്ക് ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു കംപ്ലീറ്റ് എക്സ്ട്രാ വന്ന സെൻറ്റർ പോർഷനിലെ ത്രെഡും എല്ലാം ഞാൻ ഹൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമുക്കൊരു 8 സിംഗിൾ ക്രോഷോ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്കാണ് നമ്മൾ ഇനി വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വൈറ്റ് ആണ് യൂസ് ചെയ്ത് ഇതേപോലെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കുക. ഈ സ്ലിപ്പ് നോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അടുത്ത കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു യെല്ലോ പോർഷനിൽ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഫസ്റ്റ് ഈ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത വൈറ്റ് യാൺ യൂസ് ചെയ്തുള്ള സ്ലിപ്പ് നോട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലൂപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ. ഇനി ഇതിലാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ലൂപ്പിലേക്ക് ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഒരു ചെയിൻ 2 ചെയിൻ ചെയ്യുക, ഒന്ന് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക. സെയിം ആ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ജാസ്മിൻ ഫ്ലവർ ചെയ്ത ആ ഒരു രീതിയിലാണ് ഇതിലും ചെയ്യുന്നത്. ഫസ്റ്റത്തെ 2 ലൂപ്സിൽ മാത്രം ചെയ്യുക, ഹോൾഡ് ചെയ്യുക. വീണ്ടും ആ ഒരു സ്റ്റിച്ച് ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷോ, അങ്ങനെ ഒരു 3 ഡബിൾ ക്രോഷോ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റത്തെ 2 ലൂപ്പ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ബാലൻസ് 3 ലൂപ്പുണ്ട്. 3 ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും അടുത്ത ഡബിൾ ക്രോഷോ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് ഇങ്ങനെ ഒരു 4 ലൂപ്സ് കിട്ടും. അതിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് യാൺ ഓവർ ചെയ്ത് ആ 4 ലൂപ്പിലൂടെയും ഇതേപോലെ എടുക്കുക. ഇങ്ങനെയാണ് നമുക്കൊരു പെറ്റൽ കിട്ടുന്നത്. ഇനി ചെയിൻ 1 ആൻഡ് ചെയിൻ 2. ഇനി തൊട്ടടുത്ത് വരുന്ന സ്റ്റിച്ച് നമുക്ക് ടോട്ടൽ ഒരു 8 സിംഗിൾ ക്രോഷോ ആണ് ചെയ്തത്. ആ 8 സിംഗിൾ ക്രോഷോയിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം. 4 ഡബിൾ ക്രോഷോ വെച്ചാണ് നമ്മളൊരു ചെയിനിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷോ ചെയ്യുക. ആ സെയിം ഇതിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷോ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെ മാത്രം ചെയ്തെടുക്കുക. വീണ്ടും ആ സെയിം മെത്തേഡിൽ തന്നെ അങ്ങനെ 4 ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ ആ ഒരു
ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടാവും. 4 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും അത് യാൺ ഓവർ ചെയ്ത് ആ 4 ലൂപ്പിലൂടെ നിങ്ങൾ ഇതേപോലെ തന്നെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ആൻഡ് ചെയിൻ 2. നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ആ ഒരു 8 സിംഗിൾ ക്രോഷ്യയിലേക്ക് ഈ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഒരു ചെയിൻ പോലും മിസ്സായി പോകരുത്. 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തിരിക്കുന്നത്. ആ 8 സിംഗിൾ ക്രോഷ്യയിലും ഒരു ചെയിനിൽ തന്നെ നിങ്ങൾ 4 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഒരു ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമുക്ക് 4 ലൂപ്പ് ഉണ്ടാവും ഹുക്കിൽ. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 4 ഹുക്കിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുക. വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെ ആ ഒരു 8 സിംഗിൾ ക്രോഷ്യയിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പാറ്റേണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു 8 സിംഗിൾ ക്രോഷ്യയിലേക്കും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത ഓരോ 2 ചെയിനിൻ്റെയും ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇനി ഇത് ക്ലോസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്ത ആ ഒരു 3 ചെയിൻ ഉണ്ട്, അതിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്തെടുക്കുക. അതിലേക്ക് തന്നെ ഒരു ചെയിൻ 1 ചെയ്ത് സെക്യൂർ ചെയ്യുക. ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വർക്കിംഗ് യാണൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ആ എക്സ്ട്രാ വരുന്ന ത്രെഡുകളെല്ലാം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക ബാക്കിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ പാറ്റേൺ വരുന്നത്. ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലൊരു ഗ്യാപ്പ് കാണാം. ഇനി അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കളർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ യാൺ എടുക്കുക, അതിലേക്കൊരു സ്ലിപ്പ് നോട്ട് ഇടുക. ഏതെങ്കിലും ഒരു ഗ്യാപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഗ്രീൻ യാണിലുള്ള സ്ലിപ്പ് നോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ പുറത്തേക്ക് എടുക്കുന്നത്. ഇനി ചെയിൻ 1 ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ചെയിൻ 2 ആൻഡ് ചെയിൻ 3. ഒരു 3 ചെയിനാണ് ചെയ്യുന്നത്. സെയിം ഗ്യാപ്പിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്തെടുക്കുക. ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് കൂടാതെ ഒരു 2 ഡബിൾ ക്രോഷ്യം കൂടി ആ ഒരു സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 3 ഡബിൾ ക്രോഷ്യാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു കോർണറിൻ്റെ ഗ്യാപ്പിന് വേണ്ടി ചെയിൻ 1 ആൻഡ് ചെയിൻ 2 2 ചെയിൻ ചെയ്യുക. വീണ്ടും നമ്മൾ ആ ഒരു സെയിം ഗ്യാപ്പിലേക്ക് തന്നെയാണ് ഇനി ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു സ്ക്വയർ പാറ്റേണിൻ്റെ കോർണർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഗ്യാപ്പിലേക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 3 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ഫസ്റ്റ് ചെയിൻ 3 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 2, വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യ. ഈ ഒരു സ്പേസിലേക്ക് തന്നെയാണ് നമ്മൾ ഈ സെയിം കാര്യങ്ങൾ ചെയ്ത് ഒരു കോർണർ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഏതാണ് ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കണ്ടോ, ഇതാണ് നമുക്കിനി അടുത്ത് വർക്ക് ചെയ്യേണ്ട ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അതിലേക്ക് ഇൻസേർട്ട് ഡയറക്റ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കുന്നത്. ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് അടുത്ത ആ ഒരു സ്പേസിലേക്ക് ചെയ്തെടുക്കുന്നത്. 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻസേർട്ട് യാൺ ഓവർ ടു 3 ലൂപ്സ് ആണ്. 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് ലൂപ്പിലേക്ക് വീണ്ടും ഒരു കോർണർ സ്പേസ് ആണ്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയിൻ 1 ആൻഡ് ചെയിൻ 2, വീണ്ടും ചെയിൻ 1 ചെയിൻ 2. ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു 3 ഡബിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കോർണറിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഡബിൾ ക്രോഷ്യവും 2 ചെയിൻ ആ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടി ചെയ്യുന്നത്.
അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകളിലെല്ലാം 3 ഹാഫ് ഡബിൾ ക്രോഷോ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നെക്സ്റ്റ് പാറ്റേണിൽ നമ്മൾക്ക് കോർണർ തന്നെയാണ് വരുന്നത്. അതിലേക്ക് ഇൻസേർട്ട്, yarn over to 2 loops, വീണ്ടും yarn over to 2 loops, അങ്ങനെ ഒരു 3 ഡബിൾ ക്രോഷോ, ചെയിൻ ടു 3 ഡബിൾ ക്രോഷോ. അടുത്തൊരു ഗ്യാപ്പിലേക്ക് വീണ്ടും ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ആ ഒരു ഫൈനൽ സ്പേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ആ ഒരു 3 ചെയിനിൽ മൂന്നാമത്തെ ത്രെഡിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യുവാണ്. വർക്കിംഗ് ചെയ്യണമെന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. എക്സസ് വരുന്ന ത്രെഡുകളെല്ലാം ബാക്ക് സൈഡിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് ആ ഒരു ഡേസി ഗ്രാനി സ്ക്വയർ വരുന്നത്. വളരെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ എക്സസ് വരുന്ന ത്രെഡുകളെല്ലാം ഹൈഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേസി ഗ്രാനി സ്ക്വയറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രാനി സ്ക്വയർസ് വേണമെങ്കിലും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് റണ്ണേഴ്സ്, ബ്ലാങ്കറ്റ്, ബേബി ഡ്രസ്സിൻ്റെയൊക്കെ യോക്ക് പോർഷനിലൊക്കെ അറ്റാച്ച് ചെയ്യാം. കംപ്ലീറ്റ് ഒരു ബേബി ഡ്രസ്സൊക്കെ ഈ ഒരു ഗ്രാനി സ്ക്വയർ യൂസ് ചെയ്തെടുക്കാം. ഒരുപാട് പാറ്റേൺസ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ യൂസ് ചെയ്ത് തന്നെ ചെയ്തെടുക്കാം. ഗ്രാനി സ്ക്വയറിൽ തന്നെ ഒരുപാട് പാറ്റേൺസ് വേറെയും വരുന്നുണ്ട്. ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കിത് സ്ക്വയർ ആയിട്ടും ഇങ്ങനെ ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡയമണ്ട് ഷേപ്പായിട്ടൊക്കെ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെയാണ് ഇഷ്ടമെന്നുള്ളത് പറയുക. നമ്മളുടെ പാറ്റേണിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ സ്റ്റിച്ചുകളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.